Hello dear students, welcome back to my chemistry class and here is your Asna ma'am. In the last class we discussed about discharge tube. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ജെ തോംസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. ഡിസ്ചാർജ് ട്യൂബിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു ഡിസ്ചാർജ് ട്യൂബാണ് പല സയൻറ്റിസ്റ്റുകളും ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു ഡിസ്ചാർജ് ട്യൂബാണ് കേട്ടോ. ഇനി ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ഒരു ശാസ്ത്രജ്ഞന്, ഒരു സയൻറ്റിസ്റ്റിന് ആറ്റത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ ഫസ്റ്റ് ഇദ്ദേഹമാണ് ജെ തോംസൺ. ജെ തോംസൺ കണ്ടോ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ്. ജെ തോംസൺസ് experiments help in changing the ideas about an atom that existed at that time and in forming new concepts. ജെ തോംസണ് മറ്റെല്ലാ സയൻറ്റിസ്റ്റുകളും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ ജെ തോംസണും ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിരുന്നു. എന്നിട്ട് മറ്റാർക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരൊക്കെ പറഞ്ഞു എന്തോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ ആറ്റത്തിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് എന്ത് പാർട്ടിക്കിളാണെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല, പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, അവർക്കത് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ജെ തോംസന് അത് പ്രൂവ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണ്? ഈ ഇവിടെ കാഥോഡിൽ നിന്ന് ഒരു റേസ് പോകുമെന്ന് മനസ്സിലായല്ലോ. അതിൽ നിന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അവിടെ പോകുന്നുണ്ടെന്നും അതിനൊരു പേര് നൽകുകയും ചെയ്തു ഇദ്ദേഹം. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. He proved that the rays originating from cathode are made up of negatively charged particles. നമ്മൾ പഠിച്ചു ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഫിഗർ നമുക്കൊന്ന് നോക്കാം. ഈ ഡിസ്ചാർജ് ട്യൂബിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടല്ലോ, കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. ഈ കാഥോഡിൽ നിന്ന് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്നാണ് നമ്മൾ പറയാറ്. കാരണം ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് വെരി ലോ പ്രഷർ, അതിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്നാണ് പറയാറ്. അങ്ങനെ ഇതുപോലെ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യിക്കുമ്പോൾ, കറണ്ട് പാസ് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാഥോഡ് ഇലക്ട്രോഡിൽ നിന്നും എന്തോ ഒരു റേസ് പോകുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലോ ഒക്കെ വരുന്നുണ്ട്, ഒരു ലൈറ്റിൻ്റെ പ്രകാശമൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ചാർജുള്ള പാർട്ടിക്കിളാണെന്ന് ഇദ്ദേഹം പ്രൂവ് ചെയ്തു. മറ്റെല്ലാ സയൻറ്റിസ്റ്റും പറഞ്ഞു അതിന് എന്തോ ഒരു ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ജെ തോംസൺ പറഞ്ഞു അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. He proved that the rays originating from cathode are made up of negatively charged particles. അദ്ദേഹം അത് തെളിയിച്ചു. These particles possess mass and energy. അത് മാത്രമല്ല, ഈ നെഗറ്റീവായിട്ടുള്ള ചാർജുള്ള പാർട്ടിക്കിൾസിന് അത്രയും ചെറിയതാണ്. ഇത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം പറയുന്നു ഒരു നെഗറ്റീവായിട്ടുള്ള ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അത് മാത്രമല്ല, ആ പാർട്ടിക്കിളിനും മാസ് ഉണ്ട്, എനർജി, അതിനും ഒരു മാസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അതുപോലെ എനർജി ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് വാസ് പാസ്ഡ്, ഇലക്ട്രിക് ഡിസ്ചാർജ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. വെരി ലോ പ്രഷർ ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുന്നതാണ് ഇലക്ട്രിക് ഡിസ്ചാർജ്. All the gases give the same negative particles irrespective of the nature of gas. Hence, he substantiated that these particles are common to all substances.
ഇദ്ദേഹം പറയുന്നത് ഏതൊരു ഗ്യാസ് എടുത്താലും അതിനെല്ലാത്തിനും ഈ നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്, ഗ്യാസസിൻ്റെ ഏതൊരു ഗ്യാസ് എടുത്താലും അതിന് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല ഈ പാർട്ടിക്കിൾസ് എല്ലാ സബ്സ്റ്റൻസസിനും കോമൺ ആണെന്ന്, എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. Then he proved that there are much smaller particles than the atoms and are part of atoms. ഇദ്ദേഹം പറഞ്ഞു ഈ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വളരെ ചെറിയ പാർട്ടിക്കിളാണ് ആറ്റത്തിനേക്കാളും, എന്നാൽ അത് ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലാതെ ആറ്റമാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് നമ്മൾ പഠിച്ചു. ഇദ്ദേഹം പറയുന്നത് ആറ്റത്തിൻ്റെ അകത്ത് അതിലും ചെറിയ പാർട്ടിക്കിൾ ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ആ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആറ്റത്തിനകത്താണ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. നമുക്കിതൊന്ന് ഷോർട്ടായിട്ട് നമ്മൾ എങ്ങനെ പറയാം. ദ റേസ്, ഇദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ദ റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം കാഥോഡ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് ആദ്യം പറഞ്ഞു. ആ കാഥോഡ് റേസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ദിസ് പാർട്ടിക്കിൾസ് ഹാവ് മാസ് ആൻഡ് എനർജി, ആ പാർട്ടിക്കിൾസിന് മാസ്സും ഉണ്ട് എനർജിയും ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ദിസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആർ കോമൺ ടു ഓൾ സബ്സ്റ്റൻസ്, എല്ലാ സബ്സ്റ്റൻസസിനും എല്ലാത്തിനും ഈ ഒരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അതുമാത്രമല്ല ദേ ആർ മച്ച് സ്മോളർ ദെൻ ദാറ്റ് ആറ്റംസ് ആൻഡ് ആർ പാർട്ട് ഓഫ് ആറ്റംസ്, അതുമാത്രമല്ല ഇത് ആറ്റത്തിനേക്കാളും വളരെ ചെറിയതാണ് ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ്, അത് ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ഇതെന്താ കുറേ നെഗറ്റീവ് സയൻസ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്, ഇദ്ദേഹം ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിന് ഒരു പേര് പറഞ്ഞു വിളിച്ചു. എന്താണെന്നറിയോ? ജെ.ജെ. തോംസൺ നമുക്ക് പറഞ്ഞു തരുന്നു ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ എന്ത് പേരിലാണെന്നറിയോ നിങ്ങൾക്ക്? യെസ്, ഇലക്ട്രോൺസ് എന്നാണ് ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ പേര് വിളിച്ചത് അദ്ദേഹം. ഇനി ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ആറ്റത്തിനകത്ത് എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിളുണ്ട്. അതിന് എന്ത് പറയുന്നു? ഇലക്ട്രോൺ സിംഗിൾ, ഇലക്ട്രോൺസ് പ്ലൂറൽ. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നു നമ്മൾ. ഓക്കെ, എന്ത് ചാർജാണ് ഇലക്ട്രോൺസിന്? നെഗറ്റീവ് ചാർജ്. ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ആരാ കണ്ടുപിടിച്ചത്? ജെ.ജെ. തോംസൺ. In 1897, the scientific world approved the discoveries of J.J. Thomson. 1897 ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചു. ആറ്റത്തിനകത്ത് എന്തുണ്ട്? നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് അംഗീകരിച്ചു. അതിനെ ഇലക്ട്രോൺസ് ആണെന്നും പറഞ്ഞു. Thus it is proved that an atom can be divided. അങ്ങനെ എന്ത് തെളിയിച്ചു? ആറ്റത്തിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു. ആരുടെ തിയറിക്ക് എതിരാണിത്? നമ്മുടെ ഡാൽട്ടൺസ് തിയറി പറഞ്ഞിരുന്നു ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ അത് ഇവിടെ തെളിയിച്ചു. ആറ്റം വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് പ്രൂവ് ചെയ്തു. പിന്നെ അതിനെ ദ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഇൻ ദ ആറ്റം ഈസ് കോൾഡ് ഇലക്ട്രോൺ. അങ്ങനെ ആറ്റത്തിനെ ആദ്യമായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം കണ്ടുപിടിച്ചു. എന്ത്? ആറ്റത്തിനകത്തെ ഒരു പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു, ഇലക്ട്രോൺസ് എന്ന്. ഓക്കെ, ആരാ കണ്ടുപിടിച്ചത്? ജെ.ജെ. തോംസൺ. അങ്ങനെ ലോകം മുഴുവൻ അത് അംഗീകരിച്ചു. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്ന് നോക്കാം. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിന് മാസ് ഉണ്ട്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മാസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്, AMU ഓർ U. അതുപോലെ നമ്മളിപ്പോൾ കെമിസ്ട്രിയിലൊക്കെ എല്ലാത്തിനെയും നമ്മൾ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തിയിട്ടാണ് പറയാറ്. ഇപ്പോൾ ഒരു കുട്ടി നല്ല ഹൈറ്റുള്ള കുട്ടിയാണെന്ന് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടല്ലേ പറയാറ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനത്തിന്, ഒരു എലമെൻറ്റിന് വെയിറ്റ് ഉണ്ട്, മാസ്, ഒരു ആറ്റത്തിൻ്റെ മാസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ വേറെ ആരെങ്കിലും കമ്പയർ ചെയ്യാൻ വേണ്ടേ? അതിനാണ് നമ്മൾ ഹൈഡ്രജൻ എടുക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഹൈഡ്രജൻ എടുത്തിരുന്നു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട്. സോ ഹൈഡ്രജൻ ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അറ്റ് ദാറ്റ് ടൈം.
So mass of hydrogen is 1 un. So അപ്പോൾ ഒരു ഹൈഡ്രജൻ്റെ മാസ് എന്തായിട്ട് എടുത്തു നമ്മൾ 1 യൂണിഫൈഡ് മാസ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് എന്തായിരിക്കും എന്നറിയോ? ദാസ് ഹി ഫൗണ്ട് ദാറ്റ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഏകദേശം എത്രയാണെന്നറിയോ? 1/1837 അതിൽ ഒരു ഭാഗമായിരിക്കും ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ ആ മാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ മാസ്സാണ് കേട്ടോ. ഇറ്റ് ഈസ് വെരി ലോ മാസ് വെൻ കമ്പയർ ടു ആറ്റം. ഒരു ആറ്റത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ ചെറിയ മാസ്സാണ്. എന്തിൻ്റെ മാസ്സാണ്? നമ്മൾ ആറ്റം ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ആറ്റത്തിനകത്തുള്ള നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളിനെ ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ഈ ഇലക്ട്രോണിൻ്റെ മാസിനെയാണ് ഇവിടെ 1/1837 ഒരു ഭാഗം, അതാണ് ഇലക്ട്രോൺ എന്ന് അദ്ദേഹം പറയുന്നു. സോ ഇതാണ് ഇലക്ട്രോൺസ്. സോ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? J.J. തോംസൺ ഡിസ്കവേർഡ് ഇലക്ട്രോൺ. അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. J.J. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ദെൻ J.J. തോംസൺ മോഡൽ ഓഫ് ആറ്റം. ഇദ്ദേഹം ആറ്റത്തിന് ഒരു മോഡൽ കൊണ്ടുവന്നു, ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് ആറ്റം അതൊരു സ്ഫെറിക്കൽ ക്ലൗഡ് ഓഫ് പോസിറ്റീവ് ചാർജ്, അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആറ്റം എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ക്ലൗഡ്. ഇദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചാർജ്, ഒരു ക്ലൗഡ് മീൻസ് ഒരു പുക പോലെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. എന്നിട്ട് അതിനകത്ത് നെഗറ്റീവ് ചാർജുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓഫ് പോസിറ്റീവ് ചാർജുകളുള്ള ഒരു ബോൾ പോലെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ആ ബോൾ എന്ന് പറയുന്നത് മൊത്തം പോസിറ്റീവ് ചാർജായിട്ടുള്ള ഒരു ക്ലൗഡാണ്. ഫുള്ള് പോസിറ്റീവ് ചാർജാണ്. അതിനകത്ത് അവിടെയും ഇവിടെയും ആയിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതാണ് ഇലക്ട്രോൺ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് J.J. തോംസൺ ആദ്യമായി കൊണ്ടുവന്ന മോഡൽ ഓഫ് ആറ്റം. ലൈക്ക് ഇദ്ദേഹം പറയുന്നത് ഈ വാട്ടർ മെലനകത്ത് എങ്ങനെയാണോ സീഡ്സ് ഇടുന്നത് അതുപോലെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ മോഡലിൽ ഇദ്ദേഹം കൂടുതൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു തണ്ണിമത്തൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു വാട്ടർ മെലൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രോൺസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുരുകൾ, അതിൻ്റെ സീഡ്സ് അവിടെ ഇവിടെയൊക്കെയാണല്ലോ നമുക്ക് കാണുക, അതാണ് ഇലക്ട്രോൺ. അതുപോലെയാണ് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ആ റെഡിഷ് കളർ കാണുന്നതാണ് പോസിറ്റീവ് ചാർജിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുകൾ അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതാണ് തോംസൺസ് ആറ്റോമിക് മോഡൽ, വാട്ടർ മെലൺ മോഡൽ അദ്ദേഹം പ്രൂവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോഴത്തെ ഫസ്റ്റ് ആറ്റം മോഡൽ കണ്ടോ? ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ അതിൽ പോസിറ്റീവ് ചാർജാണ്, അതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ലൈക്ക് വാട്ടർ മെലൺ. പിന്നീട് വേറൊരു പേരിലും ഇദ്ദേഹത്തിൻ്റെ മോഡലിനെ അറിയപ്പെടുന്നുണ്ട്, പ്ലം പുഡിംഗ് മോഡൽ എന്ന്. പ്ലം പുഡിംഗ് നമുക്കറിയാം, പ്ലം പുഡിങ്ങിൽ പ്ലംസ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഇടാറ്. അതുപോലെയാണ് മോഡൽ ഓഫ് ആറ്റം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ പുഡിങ് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജായിട്ടും അതുപോലെ നെഗറ്റീവ് ചാർജായിട്ട് എടുക്കുന്നത് പ്ലംസിനെയുമാണ്. പ്ലംസ് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ആണല്ലോ പ്ലം പുഡിങ്ങിലിടാറ്. അതാണ് ആ ഒരു ഫിഗറാണ്, ആ ഒരു മോഡലാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ മോഡലിനെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം എന്നും പറയാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ J.J. തോംസൺ എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, അതിന് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. അതുപോലെ അദ്ദേഹം ഒരു മോഡൽ കൊണ്ടുവന്നു, പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം ഓർ വാട്ടർ മെലൺ മോഡൽ ഓഫ് ആറ്റം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങളെല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ മറക്കരുത്, എഴുതിയെടുക്കണം. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യാം.
So that's all about today's class.